സ്വന്തമായി ബലി കൊടുക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അവരെ തന്നെയാണ് അവർ തകർക്കുന്നത്, അവരെ തന്നെയാണ് അവർ മുറിവേൽപ്പിക്കുന്നത്. ഒടുവിൽ സ്വന്തം ജീവനും വിട്ടുകൊടുക്കുന്നു. ലോകം അവരെ ഭ്രാന്ത് എന്ന് വിളിക്കും. അതെ, അവർ ഭ്രാന്തന്മാർ തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെട്ട ഭ്രാന്തന്മാർ. അത് അവർക്ക് ആരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ആരുമില്ലെന്ന് തോന്നുമ്പോൾ, കൂടെയുള്ളവർ പോലും കാണാതെ പോകുമ്പോൾ, തങ്ങളുടെ നല്ല പ്രായത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ സഹിച്ച് നടക്കുന്നവർക്ക് സമൂഹം കൊടുത്തൊരു പേരുണ്ട്, ഭ്രാന്തൻ. സ്വന്തമായി ബലി കൊടുക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അവരെ തന്നെയാണ് അവർ തകർക്കുന്നത്, അവരെ തന്നെയാണ് അവർ മുറിവേൽപ്പിക്കുന്നത്. ഒടുവിൽ സ്വന്തം ജീവനും വിട്ടുകൊടുക്കുന്നു. ലോകം അവരെ ഭ്രാന്ത് എന്ന് വിളിക്കും. അതെ, അവർ ഭ്രാന്തന്മാർ തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെട്ട ഭ്രാന്തന്മാർ. അത് അവർക്ക് ആരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ആരുമില്ലെന്ന് തോന്നുമ്പോൾ, കൂടെയുള്ളവർ പോലും കാണാതെ പോകുമ്പോൾ, തങ്ങളുടെ നല്ല പ്രായത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ സഹിച്ച് നടക്കുന്നവർക്ക് സമൂഹം കൊടുത്തൊരു പേരുണ്ട്, ഭ്രാന്തൻ. സ്വന്തമായി ബലി കൊടുക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അവരെ തന്നെയാണ് അവർ തകർക്കുന്നത്, അവരെ തന്നെയാണ് അവർ മുറിവേൽപ്പിക്കുന്നത്. ഒടുവിൽ സ്വന്തം ജീവനും വിട്ടുകൊടുക്കുന്നു. ലോകം അവരെ ഭ്രാന്ത് എന്ന് വിളിക്കും. അതെ, അവർ ഭ്രാന്തന്മാർ തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെട്ട ഭ്രാന്തന്മാർ. അത് അവർക്ക് ആരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ആരുമില്ലെന്ന് തോന്നുമ്പോൾ, കൂടെയുള്ളവർ പോലും കാണാതെ പോകുമ്പോൾ, തങ്ങളുടെ നല്ല പ്രായത്തിൽ